ക്രിസ്റ്റഫറിന്റെ ഭീകരത അവസാനിപ്പിച്ചതിനു ശേഷം അരുൺ വീണ്ടും തന്റെ പോലീസ് ജീവിതത്തിലേക്ക് മടങ്ങി. അതേസമയം വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന മറ്റൊരു സിനിമാ കഥയുടെ തിരക്കഥ എഴുതാനുള്ള തിരക്കിലായിരുന്നു അവൻ. ജോലിയിൽ നിന്ന് ദീർഘകാല അവധിയെടുത്ത് പകൽ രാത്രിയില്ലാതെ ആ കഥയ്ക്ക് ജീവൻ നൽകുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അരുണിനെ നേരിൽ കാണാൻ ഒരു യുവതി എത്തുന്നു. അവളെ കണ്ട നിമിഷം തന്നെ അരുൺ ഞെട്ടിപ്പോകുന്നു. ഒരു കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുന്നു. മൂക്കിന്റെ പകുതി വികൃതമായിരിക്കുന്നു. മുഖത്ത് ഭീകരമായ മുറിവുകളുടെ അടയാളങ്ങൾ. അവൾ ശാന്തമായി സംസാരിക്കാൻ തുടങ്ങുന്നു. സർ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൈക്കോപാത്ത് എന്നെ തട്ടിക്കൊണ്ടുപോയി. ദിവസങ്ങളോളം പീഡിപ്പിച്ചു. എൻ്റെ കണ്ണും മുഖവും നശിപ്പിച്ചു. ഒടുവിൽ പോലീസ് എൻകൗണ്ടറിൽ അവൻ കൊല്ലപ്പെട്ടു. ഞാൻ അവൻ്റെ അവസാന ഇരയായിരുന്നു. എനിക്ക് മുൻപ് 12-ലധികം ആളുകളെ അവൻ ഇതുപോലെ വികൃതരാക്കിയിരുന്നു. ആ സംഭവങ്ങൾക്ക് ശേഷം എല്ലാ ഇരകളും ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചു. ആദ്യത്തെ ആ കൂടിക്കാഴ്ച കണ്ണീരും വേദനയും നിറഞ്ഞതായിരുന്നു. ഓരോരുത്തരും തങ്ങളുടെ ജീവിതകഥകൾ പങ്കുവച്ചു. അവരിൽ ചിലർ സംസാരിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു. ചിലർക്കിപ്പോഴും ആ ദിവസങ്ങളുടെ പേടി വിട്ടുമാറിയിരുന്നില്ല. ആ സൈക്കോപാത്ത് അവരുടെ ശരീരം മാത്രമല്ല, ജീവിതവും സ്വപ്നങ്ങളും ആത്മവിശ്വാസവും നശിപ്പിച്ചിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ മുറിവ് സമൂഹമായിരുന്നു. ആദ്യമൊക്കെ എല്ലാവർക്കും ഞങ്ങളോട് സഹതാപമുണ്ടായിരുന്നു. എന്നാൽ കാലം കടന്നുപോയപ്പോൾ ആളുകൾ ഞങ്ങളെ തുറച്ചു നോക്കാൻ തുടങ്ങി. ചിലർ പരിഹസിച്ചു, ചിലർ ഭയപ്പെട്ടു, ചിലർ ഞങ്ങളെ ജീവനുള്ള മനുഷ്യരായി പോലും കണ്ടില്ല. ഞങ്ങളുടെ മുഖം കണ്ട് കുട്ടികൾ കരഞ്ഞു. ഞങ്ങളെ ഒരു ഭീകര ജീവിയെപ്പോലെ ആളുകൾ നോക്കി. ആ വേദന ക്രമേണ ദേഷ്യമായി മാറി. ദേഷ്യം പകയായി മാറി. ഒരു ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമ്മളെ രാക്ഷസന്മാരായി കാണുന്നവരെ നമുക്കും രാക്ഷസന്മാരാക്കാം. എല്ലാവരും അത് ആലോചിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങളെ അപമാനിച്ചവരെയും പരിഹസിച്ചവരെയും വേട്ടയാടാൻ. ഒരാൾക്ക് ശേഷം മറ്റൊരാൾ അവരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു, കൊന്നു. 12-ലധികം ആളുകൾ ഞങ്ങളുടെ ഇരകളായി. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞങ്ങളെ വേട്ടയാടിയ ആ സൈക്കോപാത്തും ഞങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരിക്കൽ അവൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. എന്നാൽ അപ്പോഴേക്കും എല്ലാം വൈകിയിരുന്നു. എൻ്റെ കൂട്ടത്തിലെ മറ്റുള്ളവർക്ക് കൊലപാതകവും പീഡനവും ഒരു ലഹരിയായി മാറിയിരുന്നു. അവരിനി നീതിക്ക് വേണ്ടിയല്ല കൊല്ലുന്നത്, അതിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയിരുന്നു. അവരുടെ കണ്ണുകളിൽ ഞാൻ വീണ്ടും ക്രിസ്റ്റഫറിനെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത് സർ. നിങ്ങൾക്കെന്നെ ഓർമ്മയുണ്ടാകില്ല, പക്ഷേ കോളേജിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിച്ചിരുന്നു, ക്രിസ്റ്റഫറിൽ നിന്ന്. അന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു. പക്ഷേ പിന്നീട് എനിക്കായി മറ്റൊരു നരകം കാത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ തവണ ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അവരുടെ രഹസ്യങ്ങൾ അറിയുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ചതായി അവരറിഞ്ഞാൽ എന്നെയും കൊല്ലും. പക്ഷേ അതെനിക്ക് പ്രശ്നമല്ല. കാരണം ഇപ്പോൾ മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാണ്. അവർ വലിയൊരു പദ്ധതി തയ്യാറാക്കുകയാണ്. ഇതുവരെ ചെയ്തതിലേറെ ഭീകരമായൊരു പദ്ധതി. ഒരേ സമയം നിരവധി ആളുകളെ തട്ടിക്കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചു. അവരെ ദിവസങ്ങളോളം പീഡിപ്പിക്കും, ഞങ്ങളെപ്പോലെ വികൃതരാക്കും. അതിനുശേഷം അവരെയും അവരുടെ കൂട്ടത്തിലേക്ക് ചേർക്കും. ഇനി കൂടുതൽ രാക്ഷസന്മാരെ സൃഷ്ടിക്കാനാണ് അവരുടെ പദ്ധതി. എനിക്ക് തടയാൻ കഴിയില്ല സർ. എന്നാൽ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ഒരിക്കൽ ഞങ്ങളെ രക്ഷിച്ചിരുന്നു. ഈ തവണ അവരെ രക്ഷിക്കൂ. ഒരു പുതിയ ക്രിസ്റ്റഫർ ജനിക്കാതിരിക്കാൻ, ഒരു പുതിയ കൂട്ടം രാക്ഷസന്മാർ ഉണ്ടാകാതിരിക്കാൻ അവരെ രക്ഷിക്കൂ സർ. ദയവായി രക്ഷിക്കൂ. ആ വാക്കുകൾ കേട്ട അരുൺ നിശബ്ദനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ചുവെന്ന് കരുതിയ ഭീകരത വീണ്ടും അവൻ്റെ മുന്നിലേക്ക് തിരികെ വന്നിരിക്കുകയായിരുന്നു. ഇനി അവൻ എഴുതേണ്ടത് ഒരു സിനിമയുടെ തിരക്കഥയല്ല, മറിച്ച് മറ്റൊരു ഭീകര അധ്യായത്തിൻ്റെ അവസാനമായിരുന്നു.